ഈ ഹദീസുകളെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഖുറബാക്കൾ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ആളുകൾ മൻ യുസ്ലിഹു നഫ്സഹു ഇൻദ ഫസാദിൻ നാസ്, ജനങ്ങൾ ഫസാദായിക്കൊണ്ടിരിക്കുമ്പോൾ, അവരവരുടെ ദീനിന്റെ ഇസ്സത്തിനെ നശിപ്പിച്ചു കളയുമ്പോൾ, അവരവരുടെ ദീനിൽ ഇല്ലാത്തതിനെ കൊണ്ടു നടക്കുമ്പോൾ, ബിദ്അത്തുകളെ ചെയ്യുമ്പോൾ, ദീനിന് യോജിക്കാത്ത പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ, സ്വന്തത്തെ നന്നാക്കിക്കൊണ്ട് ആ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ. രണ്ടാമത്തെ കൂട്ടരോ മാ യുസ്ലിഹു മാ അഫ്സദൻ നാസ്, ജനങ്ങൾ ഫസാദാക്കിയ ദീനിനെ നന്നാക്കുന്നവർ, ആളുകൾക്ക് മുമ്പിൽ അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവർ, ആളുകൾക്ക് മുമ്പിൽ അതിനെ എത്തിച്ചു കൊടുക്കുന്നവർ. സഹോദരങ്ങളെ, നാം ഈ കൂട്ടരാകേണ്ടതുണ്ട്. ആളുകൾ ഒഴുകുന്ന ഒഴുക്കിന് യോജിച്ച് ഒഴുകി പോകേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്, സ്വഹാബികൾ കാണിച്ചു തന്നതാണ്. അതിനെ നാം മുറുകെ പിടിക്കണം, അതിനെ നമ്മുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. നമ്മുടെ മരണം വരെ അതാണ് ഹക്കായ ദീൻ എന്ന് കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഈ അപരിചയത്തിന്റെ കാലഘട്ടത്തിൽ, ക്ഷമയുടെ നാളുകളിൽ ഏറ്റവും മഹത്തായ പ്രതിഫലത്തിന് അർഹരാകുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, ഇന്ന മിൻ വറായിക്കും അയ്യാമൻ, ചില കാലം നിങ്ങൾക്ക് പിന്നിൽ വരാനുണ്ട്. സ്വഹാബികളോട് പറയുകയാണ്, ചില ദിവസങ്ങൾ വരാനുണ്ട്. അസ്വബ്റു ഫീഹിൻ മിസ്ലുൽ ഖബ്ദ് അലൽ ജംർ, ആ കാലഘട്ടത്തിൽ ക്ഷമിക്കുക എന്നുള്ളത്, ദീനിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തീക്കനലിനെ മുറുകെ പിടിക്കുന്ന പോലെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ആളുകളുടെ കളിയാക്കലുണ്ടാകും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, 6-ാം നൂറ്റാണ്ടിന്റെ സംസ്കാരമാണെന്ന് പറയുന്നുണ്ടാകും, പല രീതിയിലുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലിൽ ആമിലി ഫീഹിൻ മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഈമാനും സൽക്കർമ്മങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകൾ, യഥാർത്ഥ രൂപത്തിൽ ദീനെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവർക്കുള്ള പ്രതിഫലം എത്രയാണെന്ന് അറിയുമോ? നിങ്ങളിൽ 50 ആളുകൾ പ്രവർത്തനം ചെയ്താൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലമാണ് അവർക്കുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹാബികൾ സംശയത്തോടു കൂടി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അജ്റു 50 മിന്നാ ഔ മിൻഹും, ഞങ്ങളിൽപ്പെട്ട സ്വഹാബികളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണോ, അതല്ല അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട 50 ആളുടെ പ്രതിഫലമാണോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ബൽ അജ്റു 50 മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണ് അന്ന് ആ ദീനിൽ ഉറച്ചു നിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ ഏതൊക്കെ തരത്തിൽ വഴികേടിലായാലും, എത്രയേറെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നേരിട്ടാലും ഈ ദീനിൽ നമ്മൾ വ്യതിചലിക്കരുത്. തമസ്സകൂ ബിഹാ, അതിൽ ഉറച്ചു നിൽക്കുക. അദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് അതിനെ കടിച്ചു പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കാണിച്ചു തന്നത്, സ്വഹാബികൾ അതെങ്ങനെയാണോ മനസ്സിലാക്കിയത്, ആ പാതയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാൻ ഇൽമും അമലുമായിട്ട് നാം ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.